എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ഇന്ന് വന്ന തൊഴിൽ വീതിയിൽ വന്നിട്ടുള്ള PSC പ്രായപരിധി വർധന ഫെബ്രുവരി 27 മുതൽ ബാധകം എന്നുള്ള ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പൊ എന്താണെന്ന് നോക്കാം. നമ്മുടെ PSCയുമായിട്ട് ബന്ധപ്പെട്ട ഏജ് ലിമിറ്റ് ഈ അടുത്തിടെ കൂട്ടിയായിരുന്നല്ലോ. അപ്പൊ അത് എന്ന് മുതൽ പ്രാബല്യത്തിൽ വരും എന്നുള്ളതിന്റെ ഒരു തൊഴിൽ വീതി വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പൊ എന്താണെന്ന് നോക്കാം. PSC പ്രായപരിധി വർധന ഫെബ്രുവരി 27 മുതൽ ബാധകം കേട്ടോ. PSCയുടെ പ്രായപരിധി വർധന ഫെബ്രുവരി 27 മുതൽ ബാധകം. ഫെബ്രുവരി 28 വിജ്ഞാപനത്തിൽ പ്രായപരിധി വർധന ഉൾപ്പെടുത്തി തിരുത്തൽ വിജ്ഞാപനം ഇറക്കും കേട്ടോ. നോട്ട് ചെയ്തോണേ. ഫെബ്രുവരി 28 വിജ്ഞാപനത്തിൽ പ്രായപരിധി വർധന ഉൾപ്പെടുത്തി തിരുത്തൽ വിജ്ഞാപനം ഇറക്കും. എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. PSC വഴി നിയമനത്തിന് അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധിയിലെ 4 വർഷ വർധന ഫെബ്രുവരി 27 മുതൽ പുറത്തിറങ്ങിയ വിജ്ഞാപനങ്ങൾക്ക് ബാധകമാക്കാൻ PSC തീരുമാനിച്ചു. ഫെബ്രുവരി 28 പ്രസിദ്ധീകരിച്ച വിജ്ഞാപനങ്ങൾക്ക് ഇത് ബാധകമാക്കി തിരുത്തൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനും തീരുമാനിച്ചു. നേരിട്ട് നിയമനം നടത്തുന്ന എല്ലാ തസ്തികകളിലും അതത് വിശേഷാൽ ചട്ടത്തിൽ വ്യവസ്ഥ ചെയ്ത ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ ഇളവും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 5 വർഷവും മറ്റു പിന്നാക്ക വിഭാഗക്കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ടാവും. നമുക്കറിയാം ഏജ് ലിമിറ്റിൽ എന്താണ് 36 എല്ലാ ജനറൽ പരീക്ഷകൾക്കുള്ള 36 എന്നുള്ള ഏജ് ലിമിറ്റ് ഇനി മുതൽ ജനറൽ കാറ്റഗറിക്ക് 40ഉം OBCക്ക് 43ഉം അതുപോലെ തന്നെ SC ST ക്ക് 45ഉം ആയി ഉയർത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ സേനകളിലും നമ്മുടെ എല്ലാ കൂട്ടുകാരും ചോദിക്കാനുള്ള അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, പോലീസിലൊക്കെ ഏജ് ലിമിറ്റ് കൂട്ടുമോ എന്നുള്ളത്. അപ്പൊ അതാണ് പറയുന്നത്. സേനകളിലും അധ്യാപക നിയമനങ്ങളിലും ബാധകം. അപ്പൊ സേനകളിലും അധ്യാപക നിയമനങ്ങളിലും ഈ ഒരു ഏജ് ലിമിറ്റ് ബാധകമായിട്ടുണ്ട്. എങ്ങനെയാണെന്ന് നോക്കാം. പരിശീലനം ആവശ്യമുള്ള സേനാ വിഭാഗ തസ്തികകളിലും പ്രായപരിധിയിൽ വരുത്തിയ വർധന ബാധകമാകും. നോട്ട് ചെയ്തോണേ. പരിശീലനം ആവശ്യമുള്ള സേനാ വിഭാഗ തസ്തികകളിലും പ്രായപരിധിയിൽ വരുത്തിയ വർധന ബാധകമാകും. നോക്കാം ഏതൊക്കെ തസ്തികയാന്ന് നോക്കാം. പോലീസ് കോൺസ്റ്റബിൾ, വനിതാ കോൺസ്റ്റബിൾ, പോലീസ് കോൺസ്റ്റബിൾ, ബാൻഡ് ഡ്രമ്മർ ഒക്കെ ആയിട്ടുള്ള, പിന്നെ IRB പോലീസ് കോൺസ്റ്റബിൾ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നീ തസ്തികയിൽ അപേക്ഷിക്കാനുള്ള പ്രായപരിധി ഇപ്പോൾ 18 മുതൽ 26 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് ഇപ്പോൾ നിലവിലുള്ളത്. 4 വർഷത്തെ വർധന ബാധകമാക്കുമ്പോൾ ഈ തസ്തികയിലേക്ക് പൊതുവിഭാഗത്തിന് അതായത് ജനറൽ കാറ്റഗറിക്ക് 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ OBCക്ക് 18 മുതൽ 33ഉം SC STക്ക് 35 വയസ്സ് വരെ പോലീസിൽ അപേക്ഷിക്കാം എന്നിങ്ങനെ ആയിരിക്കും പുതിയ പ്രായപരിധി. അപ്പൊ നോട്ട് ചെയ്ത് വെച്ചോണം. നമ്മുടെ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, IRB പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങിയ പരീക്ഷകളിലൊക്കെ നിലവിൽ 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക്. അവിടെയും ഈ ഒരു ഏജ് ലിമിറ്റ് ബാധകമാകുന്നുണ്ട്. 4 വർഷം കൂടിയിട്ടുണ്ട്. അതായത് 30 വയസ്സ് വരെ ഇനി മുതൽ പോലീസിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. OBCക്ക് 33, SC STക്ക് 35 വരെയാണ്. അതുപോലെ തന്നെ ജയിൽ, എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ, വനം, വന്യജീവി തുടങ്ങിയ വകുപ്പുകളിലേക്കുള്ള യൂണിഫോം തസ്തികകളിലെ ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന ബാധകമാവും. അതുപോലെ തന്നെ നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ, അതുപോലെ തന്നെ ജയിലിലെ അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ, അതുപോലെ തന്നെ BFO ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എന്നീ പറഞ്ഞ തസ്തികകളിലും 4 വർഷത്തെ പ്രായപരിധി വർധന ബാധകമാകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ LPST, UPST, HST അധ്യാപക തസ്തികളിൽ നിലവിലെ പ്രായപരിധി 18 മുതൽ 40 വയസ്സ് വരെയാണ്. 4 വർഷത്തെ വർധന ബാധകമാക്കുമ്പോൾ 44 വയസ്സ് വരെയാവും കേട്ടോ. LPST സ്കൂൾ ടീച്ചർമാരുടേത് 44 വയസ്സ് വരെ ബാധകമാകും. HSST കോളേജ് അധ്യാപകരുടെ നിയമനത്തിലും ഉയർന്ന പ്രായപരിധിയിൽ 4 വർഷത്തെ വർധന ബാധകമാണ് കേട്ടോ. അപ്പൊ കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറയാം. അതായത് ഫെബ്രുവരി 28 വിജ്ഞാപനത്തിൽ പ്രായപരിധി വർധന ഉൾപ്പെടുത്തി തിരുത്തൽ വിജ്ഞാപനം ഇറക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഫെബ്രുവരി 28 പ്രസിദ്ധീകരിച്ച വിജ്ഞാപനങ്ങൾക്ക് ഇത് ബാധകമായി തിരുത്തൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാനും PSC തീരുമാനിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി മുതൽ നമ്മുടെ പ്രായപരിധികൾ വരുന്ന 4 വർഷമാണ് കൂട്ടിയിട്ടുള്ളത്. ജനറൽ പരീക്ഷകൾക്ക് 36 എന്നുള്ളത് ജനറൽ കാറ്റഗറികൾക്ക് 36 എന്നുള്ളത് 40 വയസ്സായിട്ട് ഉയർത്തിയിട്ടുണ്ട്. OBCക്ക് 43ഉം SC STക്ക് 45ഉം. നമ്മുടെ സേനാ വിഭാഗങ്ങൾ പോലീസ് കോൺസ്റ്റബിൾ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ, IRB അങ്ങനെ തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ പോലീസിന്റെ ബേസ് ചെയ്തുള്ള പരീക്ഷകൾക്കൊക്കെ 26 വയസ്സ് വരെയാണ് നിലവിൽ. അതും അവിടെയും 4 വർഷം കൂട്ടാൻ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസിൽ ഇനി മുതൽ 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ജനറൽ കാറ്റഗറിക്ക് OBC 33, SC ST 35. അതുപോലെ തന്നെ LPST, UPST, HST തുടങ്ങിയ അധ്യാപിക തസ്തികകളിൽ
40 വയസ്സ് വരെയായിരുന്നു ഏജ് ലിമിറ്റ്. ഇപ്പോൾ അത് 4 വർഷത്തോടെ കൂട്ടി 44 വരെ ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ പറയാനുള്ളത് കേട്ടോ. അപ്പം ഇതുപോലുള്ള അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തതിന് വെക്കണം. അപ്പോൾ ഇനി നമ്മുടെ പരീക്ഷകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഏത് പരീക്ഷ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ പ്രിലിംസ് ആയിക്കോട്ടെ, ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് പ്ലസ് റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 തൊട്ട് 8:30 വരെ ആയിരിക്കും ആ കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ്സിന് ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡഡ് സെക്ഷൻ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മോക്ക് ടെസ്റ്റുകൾ, റിവിഷൻ ഓറിയന്റഡ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ചിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ 6 മാസമാണ് വരുന്നത്. ഇനി 6 മാസത്തിനുള്ളിലാണ് പ്രധാനപ്പെട്ട പരീക്ഷകളെല്ലാം നമ്മൾക്ക് മുമ്പിൽ വരുന്നത്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു ബിരിയാണി മേടിച്ച് കളയുന്ന പൈസ മാത്രമേ ഉള്ളൂ. 6 മാസത്തെ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് ഞാൻ പക്ക സെറ്റ് ആക്കി തരുന്നതാണ്. എല്ലാ പരീക്ഷകൾക്കും ഈ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ 81-299-339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81-299-339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞു തരുന്നതാണ്. അപ്പം കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരും ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ നമ്മൾ 10th ലെവലിന്റെ ഒരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് മാർച്ച് 10 മുതലാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് 10th ലെവൽ പ്രിലിംസ്, കമ്പനി ബോർഡ്, LGS, VFA, BEPCO, LD തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ലൈവ് റെക്കോർഡഡ് ക്ലാസ്സസ്, അതുപോലെ തന്നെ PDF നോട്ട്സ്, SCRT ബേസ്ഡ് ക്ലാസ്സസ്, PYQ ഡിസ്കഷൻസ്, എക്സാം ഓറിയന്റഡ് ക്ലാസ്സസ് ആണ്. 10th ലെവലിലെ എല്ലാ പരീക്ഷകൾക്കും വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ്. ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ 400 രൂപ മാത്രമാണ് ഇതിന്റെ ഒരു കോഴ്സ് ഫീ ആയിട്ട് വരുന്നത്. 10th ലെവൽ ബാച്ചിന്റെ ഈ സെയിം നമ്പറിൽ തന്നെ വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ. അപ്പം എന്തായാലും നിങ്ങൾ ഈ ഒരു ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം ഇനി വരുന്ന പരീക്ഷകളിലൊക്കെ പ്രായപരിധി കൂടിയത് കൊണ്ട് തന്നെ എന്താണ് നമ്മുടെ എക്സാമിനൊക്കെ ഇനി വരുന്ന എല്ലാവരും അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ ടഫ്നെസ് കൂടാൻ ചാൻസ് ഉണ്ട്. കാരണം ഒരുപാട് വർഷം പഠിച്ചവരോടായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടേണ്ടതായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ എല്ലാ സബ്ജക്റ്റ് നമ്മൾ പക്കയാക്കി വെക്കണം. കറണ്ട് അഫയേഴ്സ് ബാക്ക് ആയിട്ട് ഇരിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ഈ കറണ്ട് അഫയേഴ്സ് ബാച്ച് ജോയിൻ ചെയ്താൽ മതി. നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് പക്കയാക്കി തരുന്നതാണ്. ഇനി വരുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി 6 മാസം നടക്കുന്ന എല്ലാ പരീക്ഷകൾക്കും വേണ്ടി പക്കയാക്കി തരുന്നതാണ്. വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയ അപ്ഡേറ്റ്സുകൾക്കും പുതിയ ക്ലാസ്സുകൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് മാക്സിമം ഫോളോ അപ്പ് ചെയ്ത് തന്നെ വെക്കുക. നമ്മുടെ ഏതെങ്കിലും ബാച്ചിലോ ഏതെങ്കിലും കോഴ്സിലോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പൊ ഇനിയും എന്താണ് നമ്മുടെ മുമ്പിൽ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഒരു 4 വർഷത്തോടെ കൂട്ടുക എന്ന് പറയുമ്പോൾ ഇത്രയും നാൾ പഠിച്ച ആൾക്കാർ കാണും. ആ പഠിച്ച ആൾക്കാർക്ക് നമ്മളെക്കാട്ടിലും കോമ്പറ്റീഷൻ പവർ കൂടുതലാണ്. അപ്പൊ അവരോടൊക്കെയാണ് നമ്മൾ ഏറ്റുമുട്ടേണ്ടത്. അപ്പോൾ ഓരോ സബ്ജക്റ്റും നമ്മൾ തറവാക്കി വെച്ചാലേ പറ്റത്തുള്ളൂ. അപ്പൊ അതിനുവേണ്ടിയൊക്കെയാണ് നമ്മളൊരു ടെലഗ്രാമിലായിക്കോട്ടെ നമ്മൾ ഇങ്ങനെ ഒരു ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള ബാച്ചുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ബാച്ചിലൊക്കെ ജോയിൻ ചെയ്യുന്നത് മൂലം നിങ്ങൾക്ക് എന്താണ് ഇനി വരുന്ന പരീക്ഷയ്ക്കൊക്കെ ഒരു പഠനത്തിനൊരു സഹായി എന്ന രീതിയിൽ നമ്മൾ വെറും തുച്ഛമായ ഫീസ് മാത്രമേ നമ്മൾ മേടിക്കുന്നുള്ളൂ. അപ്പൊ ആ ഒരു ഇതിൽ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് 20ഉം 10ഉം മാർക്കുമാണ് ഈ വരുന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കുന്നത്. ഓരോ മാർക്കും നമുക്ക് വിലപ്പെട്ടതാണ്. അപ്പം ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതി. ഏത് കോഴ്സാണെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അഡ്മിഷൻ പ്രൊസീജിയർ പറഞ്ഞു തരുന്നതാണ്. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ടും പുതിയൊരു അപ്ഡേറ്റ്സും പുതിയ ക്ലാസ്സുകളുമായിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ്. താങ്ക് യു ഓൾ.